പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഇറാന്റെ യുദ്ധക്കപ്പൽ ഐറിസ് സേന മുക്കിയതിന് പിന്നാലെ ഇറാന്റെ തന്നെ മറ്റൊരു കപ്പലിനെയും അമേരിക്ക നോട്ടമിടുന്നതായി റിപ്പോർട്ട്. ശ്രീലങ്കൻ തീരത്ത് കൊളംബോ തുറമുഖത്തിനടുത്ത് പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന സൈനിക ടാങ്കർ ബുഷേറാണ് അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണ പരിധിയിലുള്ളത്. ശ്രീലങ്കയുടെ അധികാര പരിധിയിലാണ് കപ്പൽ ഇപ്പോഴുള്ളത്. ഗൾഫ് മേഖലയിൽ ഇറാൻ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നതിന് തിരിച്ചടിയായാണ് ഐറിസ് സേന മുക്കിയത്. ഇറാന്റെ നാവിക ശക്തിയെ ഇല്ലാതാക്കലാണ് അമേരിക്കയുടെ ലക്ഷ്യം. അന്തർവാഹിനി ഇറാന്റെ 17 യുദ്ധക്കപ്പലുകൾ അമേരിക്ക ഇതുവരെ നശിപ്പിച്ചതായാണ് വിവരം. ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് സേന മുക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു.